നമ്മൾ അന്ന് ഒരാൾ വണ്ടി നമ്മളത് അടിച്ചു മാറ്റിക്കൊണ്ടേയില്ല. അന്ന് നമ്മളൊരു വണ്ടി ഒരാളെ അടിച്ചു മാറ്റിക്കൊണ്ടേ നമ്മൾ ഭയങ്കര സങ്കടത്തോടെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അന്ന് ഉറക്കം കിട്ടാതെയൊക്കെ നിന്നിന്. ആ വീഴ്ച നമുക്ക് നല്ല അടിപൊളിയായി, ഭയങ്കര ഉയർച്ചയായി മാറി. ആ വീഴ്ച വീണുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ നിൽക്കണേ. ആ വണ്ടി പോയോണ്ടാണ് നമ്മൾ അവർ ചലഞ്ചായിട്ട് എടുത്തിട്ട് പിന്നെ ഷോറൂം നമുക്ക് CCTV വേണം, ഫ്രണ്ട് ഫേസിങ് ഷോറൂം വേണം, അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു കൊല്ലം വേറെ ലെവല്. വണ്ടി അടിച്ച് മാറ്റിക്കൊണ്ടേ ആൾ തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് അതിന് പേപ്പർ തരും, വേറെ ഒന്നും നോക്കാനില്ല. അതുകൊണ്ട് പാലക്കാട് തൃശ്ശൂർ സെൻറ്റർ അവിടുന്ന് ഓടിച്ചു കൊണ്ടുവന്ന 120 കിലോമീറ്റർ സംതിങ് ഓടിച്ചു കൊണ്ടുവന്ന നല്ല അടിപൊളിയാണ്. 120-130 കിലോമീറ്റർ നല്ല അടിപൊളിയായിട്ട് ഓടിച്ചു കൊണ്ടുവന്ന അവൻ്റെ അടുത്ത് റോഡിങ് ഉണ്ട്. അവൻ പറഞ്ഞ എൻ്റെ റോഡിങ് എടുത്ത് കണ്ടത്തൊക്കെ അറിയണം, ഇതാണ് റോഡിങ്. അവന് അങ്ങനെ നേരെ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞാണ് റോഡിങ് എന്താന്ന് മനസ്സിലായത് ഈ വണ്ടി ഓടിച്ചിട്ടാണ്. അവൻ്റെ അടുത്ത് സിംഗിൾ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കാണ് ഏറ്റവും വലുത്. വണ്ടിയുടെ പെർഫോമൻസ് വെച്ച് ചാമ്പർ ചെയ്താണ്. നല്ല പെർഫോമൻസ്, നല്ല വർക്കിംഗ്, മീറ്റർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, RPM ഒക്കെ ഓക്കെയാണ്. പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വർക്കിങ്ങുള്ള വണ്ടി ഞങ്ങൾ എടുത്താണ്. പെയിൻറ്റിങ് ഒന്നും വൃത്തിയില്ലേനി, എടുത്തു കഴിഞ്ഞ് നമ്മൾ ഓടിച്ചപ്പോൾ നല്ല ഫീൽ കിട്ടി, ഓടിക്കാൻ നല്ല സുഖമുണ്ട്, നല്ല പവറുണ്ട്. അപ്പം പിന്നെ പെയിൻറ്റിങ് ഡിസ്ക് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്താണ്. ജസ്റ്റ് സൗണ്ടും കൂടെ കേൾപ്പിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ റയർ പിസ്റ്റൺ ഗാരേജിൽ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ 1 അല്ല 2 അല്ല 3 അല്ല ഏകദേശം 50+ വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. RX 100 ഇരിക്കുന്നുണ്ട്, 135 ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റോഡ് കിങ് നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള റോഡ് കിങ് ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് വേർഷൻ ആയിട്ടുള്ള SD ഇരിക്കുന്നുണ്ട്, RX ഇരിക്കുന്നുണ്ട്, RX ഒരു നേരെ തന്നെ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓട്ടോലോഗിൻ്റെ കിറ്റ് ആയിട്ടുള്ള മോജോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ, ഏകദേശം ഒരു 50+ വണ്ടികൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിരിക്കുക. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് മുജീബ് ഇവിടെ നിൽക്കുന്നുണ്ട്. വീണ്ടും വെൽക്കം. എങ്ങനെ ഇരിക്കുന്നു? സുഖമല്ല? പരിപാടിയൊക്കെ നല്ല രീതിയിൽ പോണ്, കാര്യങ്ങൾ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് തുടങ്ങാം കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം വണ്ടികളുണ്ട്, പക്ഷേ സ്റ്റോക്ക് പൊതുവേ കുറവാണ്. ഇത്രയല്ല, ഇതിനെക്കാട്ടി കൂടുതൽ സ്റ്റോക്ക് നമ്മളടുത്തുണ്ടാവും. ഇതിന് മുമ്പത്തെ വീഡിയോ കാണാം നിങ്ങൾക്ക്. എന്നാലും 50-50 വണ്ടീൻ്റെ അടുത്ത് വണ്ടികളുണ്ട്, അഡ്വാൻസ് ആയിട്ട്. ബാക്കി സർവീസിൽ 10-15 വണ്ടീൻ്റെ അടുത്ത് താഴത്ത് സർവീസിലുണ്ട്. നമുക്ക് RX ഒരു 5-6 പീസ് ഉണ്ട്, 3 ഇവിടെ ഉണ്ട്. ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സർവീസിലുണ്ട്, പിന്നെ 1-2 പണിയിലാണ്, പെയിന്റിങ്ങിലാണ് വണ്ടികളുണ്ട്. ഏകദേശം ഒരു വർഷമായില്ല, കംപ്ലീറ്റ് ആവാനായി. ഒരു വർഷമായി. എങ്ങനെയുണ്ട് ഒരു ടോട്ടൽ പെർഫോമൻസ്? ടോട്ടൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നമ്മൾ അന്ന് ഒരാൾ വണ്ടി നമ്മളത് അടിച്ചു മാറ്റിക്കൊണ്ടേയില്ല. അന്ന് നമ്മളൊരു വണ്ടി ഒരാളെ അടിച്ചു മാറ്റിക്കൊണ്ടേ നമ്മൾ ഭയങ്കര സങ്കടത്തോടെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അന്ന് ഉറക്കം കിട്ടാതെയൊക്കെ നിന്നിന്. ആ വീഴ്ച നമുക്ക് നല്ല അടിപൊളിയായി, ഭയങ്കര ഉയർച്ചയായി മാറി. ആ വീഴ്ച വീണുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ നിൽക്കണേ. ആ വണ്ടി പോയോണ്ടാണ് നമ്മൾ അവർ ചലഞ്ചായിട്ട് എടുത്തിട്ട് പിന്നെ ഷോറൂം നമുക്ക് CCTV വേണം, ഫ്രണ്ട് ഫേസിങ് ഷോറൂം വേണം, അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു കൊല്ലം വേറെ ലെവല്. വണ്ടി അടിച്ച് മാറ്റിക്കൊണ്ടേ ആൾ തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് അതിന് പേപ്പർ തരും, വേറെ ഒന്നും നോക്കാനില്ല. അതുകൊണ്ട് അയാൾ അടിച്ച് മാറ്റിയിട്ടുള്ള ആൾ വീഡിയോ കാണുന്നുണ്ട്, അവരോടാണ് നിങ്ങൾക്ക് പേപ്പർ വേണമെങ്കിൽ മുജീബ്ഖാനെ കോൺടാക്ട് അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളെ മൈൻഡൊക്കെ മാറി. നമ്മൾ ആ സമയത്ത് ഇത് പോയ സങ്കടം മാത്രമേ ഉള്ളൂ, പിന്നെ ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങളെ നമ്മൾ കണക്ക് കൂട്ടുമ്പം ഒരു വിഷയമല്ല. അന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നയിപ്പാണ്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടൊരു വണ്ടി പോകാൻ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ നിൽക്കുള്ളൊരു പേടി ഇപ്പോഴും ഉള്ളിൽ ചെറുതായിട്ടുണ്ട്, ഈ വണ്ടി പോകുന്നുള്ളൊരു പേടി. അത് എൻ്റെ വണ്ടി ആയാലും ഇവിടുത്തെ വണ്ടി ആയാലും ഞാൻ എൻ്റെ വീട്ടിൽ ആ വണ്ടി പോയ കഴിഞ്ഞിട്ട് ഷോപ്പ് മാറി എൻ്റെ വീട്ടിൽ ഞാൻ ഗോഡൗൺ ഉണ്ടാക്കി ഫുൾ പാക്ക് ചെയ്ത് ഉള്ളിലേക്ക് ഒന്നും ഫുള്ള് പൂട്ട് കാര്യങ്ങളൊക്കെ വെച്ച് CCTV കാര്യങ്ങളൊക്കെ അതിന് മുമ്പേ എനിക്ക് പേടിയില്ലാണ്. ഇത് ഉള്ളുന്നുണ്ട് വണ്ടി പോയാലും തിരിച്ചു കിട്ടാത്ത സംഭവമാണ്. അതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഞാൻ ഗാരേജ് സെറ്റാക്കി, വീട്ടിൽ ഫുൾ വണ്ടികൾ സേഫാണ്, മഴ വെള്ളം ഒന്നും ഉള്ളിൽ കയറാത്ത രീതിയിലാക്കി. അതേപോലെ നമ്മളെ ഷോറൂം സ്റ്റാർട്ടായി. നമ്മൾ ഈ നിലയിലെത്തേണ്ട കാരണം കള്ളനാണ്. പറയുമ്പോൾ ചില ആൾക്കാർ ചിരിക്കുണ്ടാല്, സംഭവം സത്യമാണ്. എന്തുകൊണ്ട് ആ സമയത്ത് നമ്മൾ ആ ഗോഡൗൺ പോലെ ഒരു വർക്ക്ഷോപ്പ് പോലെ നടത്തുന്ന ഒരു ഷോപ്പ് ഇനി നിങ്ങൾ പഴയ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. സംഭവം ആ ഷോറൂം അവിടെ കിടക്കുന്ന ആ ഗോഡൗൺ നമ്മൾ എത്ര ആൾക്കാർ നമ്മളോട് വന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണം, നിങ്ങൾ അത്രയും വണ്ടി നമ്മൾ അന്ന് അത്യാവശ്യം വണ്ടി സെയിൽ ചെയ്യുന്നുണ്ട്.
അപ്പം അന്ന് ഞങ്ങൾക്ക് ആര് പറഞ്ഞിട്ട് ഒരു ഇതില്ലേനി. പിന്നെ ഒരു വണ്ടി പോയപ്പം ഭയങ്കര ഉള്ളിൽ നിന്ന് ഭയങ്കര കത്തലേനി. കുറേ ദിവസം ഉറങ്ങിയിട്ടില്ല. പോലീസ് സ്റ്റേഷൻ പോയി CCTV വെച്ച് പ്രൈസ് വെച്ച് 10,000 വെച്ച് 20,000 വെച്ച് വണ്ടി തിരിച്ചു തരാൻ എല്ലാം ചെയ്ത് നോക്കിയാൽ വണ്ടി കിട്ടാൻ വേണ്ടിയാണ്. വണ്ടിയിൽ ഫുൾ ക്യാഷ് വരെ കൊടുക്കാൻ റെഡിയായി. ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തെരഞ്ഞെടുത്താണ് വണ്ടിക്ക് എമൗണ്ട് ആയിട്ട് തരും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വണ്ടി കിട്ടിയില്ല. അന്ന് കുറേ കഷ്ടപ്പെടുന്നു. പക്ഷേ ആ വണ്ടി പാടായി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എത്തിയത്. അത് എല്ലാവരും ജീവിതത്തിലൊരു കാര്യം കേട്ടോ. ഇത് ഒരു വീഴ്ച വെക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് തളരരുത്. അതുകൊണ്ട് നമുക്ക് തുടങ്ങിയതിനു ശേഷം ഒരുപാട് ആളുകൾ ആണ്ട് പോയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അല്ലേ? പഴയ ഗോഡൗണിക്ക് പോയിന്. അത് നമ്മളെ പഴയ യൂട്യൂബ് വീഡിയോയിൽ ആ ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ പഴയ യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആ ലൊക്കേഷൻ അടിച്ച് അങ്ങോട്ട് പോകും. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് RX100 KL01 തിരുവനന്തപുരം വണ്ടി. നല്ല ഷേപ്പുള്ള നല്ല വർക്കിംഗ് ഉള്ള വണ്ടി. 5 കൊല്ലം പുതിയ റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. ഇപ്പം വന്ന വണ്ടിയാണ്. KL01 1722 അല്ലേ? അത്യാവശ്യം റേറ്റ് വരുന്നതാണ്. റേറ്റ് വൻ വിലല്ല. എന്തായാലും വൃത്തിക്ക് പണി 5 കൊല്ലം പുതിയ റിന്യൂവൽ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ റിന്യൂവൽ അപ്ഡേറ്റ് ആയിട്ടുള്ള RC കാർഡ് വന്നിട്ടില്ല. RC കാർഡ് എന്തായാലും വരാണ്ട്. വേറൊരു കാര്യം കൂടി നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരോട് പ്രത്യേക റിക്വസ്റ്റ് ആണ്. നമ്മളെ RC കാർഡ് ഞങ്ങളെ പ്രശ്നം കൊണ്ടോ നിങ്ങളെ പ്രശ്നം കൊണ്ടോ RTOൻ്റെ പ്രശ്നം കൊണ്ടല്ല, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും RTO ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ട് RC ലൈസൻസ് ഒന്നും വരില്ല. ആരെങ്കിലും വണ്ടി വാങ്ങിയിട്ട് RC അതാണ് പ്രശ്നം. അപ്പോൾ ആർക്കെങ്കിലും RC കിട്ടാത്തതെന്നുണ്ടെങ്കിൽ ക്ഷമിച്ച് നിൽക്കണം. നിങ്ങൾ ന്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടലുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാട്ടോ, വെയിറ്റ് ചെയ്യാം. ഓൺലൈനിൽ മാറുന്നുണ്ട്, പക്ഷേ പേപ്പർ കിട്ടുന്നില്ല. അതാണ് ബാക്കിയുള്ള ഫോർമാലിറ്റീസ് നടക്കുന്നുണ്ട്. എത്ര വരെ പേപ്പർ വാലിഡിറ്റി? 2029 വരെ പേപ്പർ വാലിഡിറ്റി. പുതിയ റിന്യൂവൽ ഇത് 94 സംതിങ് ആണ്. ഇതിപ്പം വന്ന വണ്ടിയാണ്. കറക്റ്റ് ഫുൾ കാര്യങ്ങൾ നോക്കിയിട്ടില്ല. അത്യാവശ്യം റേറ്റ് വരും. എന്നാലും 1 lakh റേഞ്ച് ഒന്നും പോലെ സ്റ്റോക്ക് നല്ല വർക്കിംഗ് ഉള്ള നല്ല കണ്ടീഷനുള്ള വണ്ടി. സ്റ്റാർട്ടാക്കി വേണമെങ്കിൽ നമുക്ക് സൗണ്ടും കൂടെ കേൾക്കാം. ഇങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടി. എത്ര രൂപ കൊടുക്കാം? ഇത് എന്താ പറയുക, വണ്ടി ഞങ്ങൾ വാങ്ങിയാണ്. ഇഞ്ചൻ സൈഡ് ഓക്കെയാണ്. ഒന്ന് ഫുൾ ചെക്ക് ചെയ്യാണ്ടാവും. ചെക്ക് ചെയ്ത് നമ്മൾ ഇടുള്ളൂ. ഇഞ്ചൻ സൈലൻ്റ് ആണ്. പേപ്പർ 5 കൊല്ലം ഫിറ്റാണ്. ചെറിയ വർക്കിംഗ് കാര്യങ്ങൾ നമ്മൾ വണ്ടി വാങ്ങി കഴിഞ്ഞാൽ ടാങ്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പ്രൈസ് ഇട്ടുള്ളൂ. അതുകൊണ്ട് പ്രൈസ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ടാങ്ക് ലീക്ക് ഉണ്ടെങ്കിൽ പിന്നെ MC ഒട്ടിച്ചിട്ട് വിൽക്കണം. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. വർക്കിംഗ് ഉണ്ട്. അപ്പം എന്തായാലും 80-90 രൂപ ലെവലിൽ എന്തായാലും റേറ്റ് ഉണ്ടാവും. ഇതിന് ആ റേഞ്ചിലുണ്ടാവും. ടാങ്ക് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഫൈനൽ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള SD നമ്മുടെ റോഡ് കിങ് ഇതുവരെ നമ്മൾ വാങ്ങിയതിൽ ഏറ്റവും നല്ല റോഡ് കിങ്. ഏകദേശം നമ്മൾ റോഡ് കിങ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. TN രജിസ്ട്രേഷൻ വരുന്നത്. ഇത് TN തമിഴ്നാട്ടിൽ നിന്ന് ഓടിച്ചു കൊണ്ടുവന്ന ഒരു വണ്ടിയാണ് അല്ലേ? തമിഴ്നാട് പാലക്കാട് സെന്റർ അവിടുന്ന് ഓടിച്ചു കൊണ്ടുവന്ന 120 കിലോമീറ്റർ സംതിങ് ഓടിച്ചു കൊണ്ടുവന്ന നല്ല അടിപൊളിയാണ്. 120-130 കിലോമീറ്റർ നല്ല അടിപൊളിയായിട്ട് ഓടിച്ചു കൊണ്ടുവന്ന ആളെന്താ പറഞ്ഞു? ഓടിച്ചു അടുത്ത് റോഡിങ് ഉണ്ടാവും. പറഞ്ഞു എൻ്റെ റോഡിങ് എടുത്ത് കണ്ടത്തൊക്കെ അറിയണം. ഇതാണ് റോഡിങ്. അവന് അങ്ങനെ നേരെ പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞാണ് റോഡിങ് എന്താന്ന് മനസ്സിലായത് ഈ വണ്ടി ഓടിച്ചിട്ടാണ്. അവന്റെ അടുത്ത് സിംഗിൾ ബൈക്ക് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കാണ് ഏറ്റവും വലുത്. ആ വണ്ടിയും ആ വന്ന ആളെ വണ്ടിയും സ്റ്റാൻഡേർഡ് സിലിണ്ടർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പക്ഷേ അത് വേറെ ലെവലാണ്. ഇതെന്തായാലും നമ്മൾ കൊടുത്തിന് അഡ്വാൻസ് ആയി. സ്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടാണ് വാങ്ങിയ. കുറേ കാലമായിട്ട് കോൺടാക്ട് ചെയ്യണം. ഗൾഫിലാണ്. പൈസ അഡ്വാൻസ് തന്നാണ് വണ്ടി ബുക്ക് ചെയ്തിന്. വണ്ടി എന്തായാലും ഡീലായിന്. നല്ല വണ്ടി ഒന്നും നോക്കാനില്ല. അടുത്ത ഇലക്ട്രോണിക് ആണ്. ഇലക്ട്രോണിക് ആണ്. 95 മോഡൽ തന്നെയാണ്. രണ്ടും 95 ആട്ടോ. ഇലക്ട്രോണിക് യൂസിങ് നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാം. നല്ല വർക്കിംഗ്, നല്ല എഞ്ചിന്, നല്ല കണ്ടീഷൻ. ടാങ്ക് സൈഡ് കയറത്തിന് മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്ത ടാങ്ക് ലീക്ക് ആയതുകൊണ്ട് കുറേ ആൾക്കാർ വന്ന് മടങ്ങി പോയിന്. അപ്പോൾ തിരിച്ച് ആരൊക്കെ വന്നത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ടാങ്കൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ തന്നെ പറഞ്ഞു കേട്ടോ. ടാങ്ക് ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് മുമ്പേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ടാങ്ക് സൈഡ് കവർ ഞങ്ങൾ ചേഞ്ച് ചെയ്ത് പെയിന്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ട് 1-10 ലെവലിൽ കൊടുക്കാനുള്ളതാണ്. എടുക്കാൻ വരുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും നല്ല വർക്കിംഗ് വണ്ടി ഇഷ്ടപ്പെടാതെ ഇവിടുന്ന് പോകില്ല. വർക്കിങ്ങിന് പറഞ്ഞ പോലെ ക്ലാസിക് അത്രയും നല്ല വണ്ടിയാണ്. സ്റ്റാർട്ടിങ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇലക്ട്രോണിക് മോഡൽ ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇഞ്ചിന്റെ ഉള്ളിൽ സൗണ്ട് ഇല്ല. ഓടിക്കുന്ന ഇത് സ്റ്റാർട്ട് ചെയ്താലും ഇഞ്ചിന്റെ ഉള്ളിൽ സൗണ്ട് ഇല്ല. പിന്നെ ചെറിയൊരു അലൈൻമെന്റ് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ജസ്റ്റിക്ക്. അത് എല്ലാം കറക്റ്റ് ആക്കണം. ഇത് ബാക്കിയാണ്. അതേപോലെ ഇതും അങ്ങനെ ആക്കിയ ഒരു വണ്ടിയാണ്. അടുത്ത വണ്ടി RX-Z ആണ്. KL16 25 വരെ പേപ്പർ ഉണ്ട്. നല്ല വർക്കിംഗ് ഉള്ള ഈ വണ്ടിയാണ്. പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ഷോക്ക് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്താണ്. നല്ല വർക്കിംഗ് ഉള്ള നോർമൽ സൈലൻസർ ആട്ടോ. സെറ്റിന് സൈലൻസർ 98 നോർമൽ. ഇത് പേപ്പർ 25 വരാം. പേപ്പർ നമ്മളിപ്പോൾ ഇതിൽ എഴുതി കഴിയാം. അപ്പം കീച്ചേൻ്റെ മുകളിൽ എഴുതി വെക്കും മിക്കവാറും വണ്ടിക്ക്.
നവംബർ 25 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് കേട്ടോ. ബാക്കിൽ ഷോക്ക് മാറിയിട്ടുണ്ട്, ബാക്കിലൊക്കെ സ്റ്റോക്ക് കാര്യങ്ങൾ ചെയ്തിന്, ബാർ ഹാൻഡിൽ ചെയ്തിന്, നല്ല വർക്കിംഗ് ഉള്ള എഞ്ചിനാണ്, അത്യാവശ്യം നല്ല വണ്ടി. ഏകദേശം എത്ര കോസ്റ്റ് മുതൽ നമുക്ക് RX കൊടുക്കാൻ പറ്റും? 1.5 മുതൽ നമുക്ക് നല്ല വണ്ടി കൊടുക്കാം. 1.5 ആ റേഞ്ചിൽ എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ. കേരള വണ്ടി റേഞ്ച് കൂടുതലാണ്, അത് സ്റ്റേറ്റ് ഇപ്പത്തിൻ്റെ അടുത്തുള്ള വണ്ടി. ഇതിപ്പോൾ 1.70 നമ്മൾ വില. ഇത് ഇതേപോലെ ഇതും വർക്കെടുത്ത വണ്ടിയാണ്. നിങ്ങൾ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. 2 ടയർ മോട്ടോ ഡി ആണ്, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, SD വീലുണ്ട്, ഫിനിഷ് ഷോക്ക് ഉണ്ട്, നല്ല പെയിൻറ്റിങ്, നല്ല വർക്കിംഗ്, പിസ്റ്റൺ നോക്കിംഗ് ഉണ്ട്. അത് ഞങ്ങൾ ബോറെ ചെയ്തിട്ടാ തരാം. 1.5 ആ ലെവൽ 1.50 ഇത് ഞങ്ങൾ കൊടുക്കും. വിത്ത് NOC ഞങ്ങൾ കൊടുക്കും. അതിൽ പറയാനുള്ള കാര്യം പേപ്പർ അപ്ഡേഷനിലാണ്, ചെറിയ ഡിലേ ഉണ്ട്. ഡിലേ ക്ലിയർ ആയാലേ കൊടുക്കുള്ളൂ, പേപ്പർ റെഡി ആവാതെ ഞങ്ങൾ കൊടുക്കില്ല. അപ്പം എന്തായാലും ഇത് ഉള്ള വർക്കുകളും പേപ്പറൊക്കെ റെഡി ആക്കിയിട്ട് Z ഒക്കെ അങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വൺ റേറ്റിൻ്റെ വണ്ടിയാണ്. മറ്റേ നമ്മളിപ്പോൾ RX ഒക്കെ 68 കൊടുത്തിന്, 65 കൊടുത്തിന്, 60 കൊടുത്തിന്. നിങ്ങൾ പഴയ വീഡിയോ കണ്ടെങ്കിൽ 45 നമ്മൾ വണ്ടി കൊടുത്തിന്. അപ്പോൾ അതേപോലെ RX കൊടുക്കാൻ കഴിയില്ല, അത്യാവശ്യം ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത വണ്ടി RX തന്നെയാണ്. BK അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി, നല്ല പെയിന്റിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. 2 മോട്ടോ ഡി ടയർ, റിമ്മ് കാര്യങ്ങളൊക്കെ നമ്മൾ കോപ്പർ കളർ ടൈപ്പ് ചെയ്താണ്. ഗ്ലാഡിയേറ്ററിന്റെ ഡിസ്ക് ഉണ്ട്. വണ്ടിയുടെ പെർഫോമൻസ് വെച്ച് ചാമ്പർ ചെയ്താണ്. നല്ല പെർഫോമൻസ്, നല്ല വർക്കിംഗ്, മീറ്റർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, RPM ഒക്കെ ഓക്കെ ആണ്. പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വർക്കിങ്ങുള്ള വണ്ടി ഞങ്ങൾ എടുത്താണ്. പെയിന്റിംഗ് ഒന്നും വൃത്തിയില്ലേനി, എടുത്തു കഴിഞ്ഞ് നമ്മൾ ഓടിച്ചപ്പോൾ നല്ല ഫീൽ കിട്ടി, ഓടിക്കാൻ നല്ല സുഖമുണ്ട്, നല്ല പവറുണ്ട്. അപ്പം പിന്നെ പെയിന്റിങ്, ഡിസ്ക് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്താണ്. ഓക്കെ, ഗ്ലാഡിയേറ്റർ ഡിസ്ക് വെച്ചിട്ടുണ്ട്, ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, ക്വിക്ക് ത്രോട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ബാക്കിൽ SD വെച്ചിട്ടുണ്ട്, ഫിനിഷ് ഷോക്ക് വെച്ചിട്ടുണ്ട്, പെർഫോമൻസിനനുസരിച്ചുള്ള ഒരു ചാമ്പറും ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സൗണ്ടും കൂടെ കേൾപ്പിക്കാം. ഓക്കെ, അടുത്തതായിട്ടുള്ളത് മോജോ. ഓട്ടോലോക്കിന്റെ കംപ്ലീറ്റ് കിറ്റും കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുള്ള ക്രാഷ് ഗാർഡും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല അടിപൊളി വണ്ടി. കാണാൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ചെറിയ സർവീസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ട് കൊടുക്കണതാണ്. മോജോന്റെ സർവീസിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ ചെറിയ സർവീസ് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഞങ്ങൾ സർവീസ് സെന്റർ എന്നാണ് ചെയ്തിരുന്നത്, ഞങ്ങൾ ചെയ്തു തരില്ല. അവിടെ കൊണ്ട് 1.70 മലപ്പുറത്തില്ല, കാലിക്കറ്റ് ഉണ്ട്. വെസ്റ്റിൽ കാലിക്കറ്റ് ഇതിന്റെ സർവീസ് ഉണ്ട്, അവിടുന്ന് സർവീസ് ചെയ്തു തരില്ല. ജനറൽ സർവീസ് കാര്യങ്ങൾ ചെക്കപ്പ് ചെയ്തിട്ട് നമ്മൾ തരലാണ്. ഈ ഓട്ടോലോക്കിന്റെ കിറ്റിന് അത്യാവശ്യം റേറ്റും വൻ കോസ്റ്റ്ലി പരിപാടിയാണ്. പിന്നെ ഇത് ചെയ്തു വരാന്ന് പറഞ്ഞാൽ അത്ര ക്ഷമയോടെ ചെയ്യിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഇത് ചെയ്ത വണ്ടി കിട്ടുന്ന വലിയ കിട്ടലാണ്. ഓക്കെ, KL 14 കാസർഗോഡ് വണ്ടിയാണ്. പേപ്പർ വാലിഡിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കാനില്ല, ആവശ്യമില്ല. ഓക്കെ, വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഗുഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല വണ്ടി കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി 3 ചേതക്ക് എടുക്കുന്നുണ്ട്. 5 ചേതക്ക് ഉണ്ട്, നമുക്ക് 5 ഉണ്ട് അല്ലേ? 5 ഉണ്ട്. ഓക്കെ, ഉള്ളിൽ 2 ഉണ്ട്, 6 ഉണ്ട് ടോട്ടല്. 5 6 ചേതക്ക് ഉണ്ട്, 5 നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇതിൽ ഏറ്റവും കുറഞ്ഞ വണ്ടി ഇതാണ്. പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യിപ്പിച്ചാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെയിന്റിംഗ് ആണ്, കോസ്റ്റ്ലി പെയിന്റിംഗ് അല്ല. അതുകൊണ്ട് വണ്ടി നമ്മൾ വില കുറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയാണ്. നല്ല വൃത്തിൻ്റെ വണ്ടി 25 രൂപയ്ക്ക് നമ്മൾ ഫൈനൽ കൊടുക്കും. വെറും 25,000 രൂപ കൊടുക്കും. നല്ല വർക്കിംഗ് ഇഞ്ചിൻ കേട്ടോ, ഇഞ്ചിനൊക്കെ നല്ല വർക്കിംഗ്, അത്യാവശ്യം നല്ല കണ്ടീഷനിലെ വണ്ടി. അടുത്ത വണ്ടി പാലക്കാട് വണ്ടി 30 രൂപ റേഞ്ച് കൊടുക്കുക. 28 വരെ പുതിയ റിന്യൂവൽ എടുത്ത വണ്ടി, ഇഞ്ചിൻ ഓക്കെ, ബാക്കി വർക്കിംഗ് കാര്യങ്ങളൊക്കെ പെയിന്റിംഗ് കഴിഞ്ഞ വണ്ടിയല്ലേ? അത് പുതിയ പെയിന്റ് അടിച്ച വണ്ടിയാണ്. ഓക്കെ, അത് കുറച്ച് ബോഡി മോശമാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ പെയിന്റ് അടിച്ചിട്ട് കൊടുക്കാം. പേപ്പർ ഫിറ്റ് അല്ല? പേപ്പർ ഫിറ്റ് ആണ്. ഇത് 27 വരെ പേപ്പർ ഉണ്ട്, നല്ല കണ്ടീഷനാണ്. അത് പേപ്പർ കമ്മിയാട്ടോ, പേപ്പർ കമ്മിയുള്ള വണ്ടിയാണ്. ഇത് സൂപ്പർ ആണല്ലേ? ഇത് സൂപ്പർ FE ആ, സൂപ്പർ FE ടയറാണ്. ചെറിയ വീല് വരുന്ന അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണാം. അതിന്റെ വീല് ചെറിയ വീല് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ കുറച്ച് ചെറുതാണല്ലേ വീല്? ചെറിയ വീല് വരാം. പ്രിയക്കൊക്കെ വരുന്ന പോലെ ചെറിയ വീല് വരുന്ന നല്ല വണ്ടി, റയർ വണ്ടിയാണ്. അങ്ങനെ സൂപ്പർ FE കിട്ടാനില്ല. സൂപ്പർ FE കിട്ടും, പക്ഷേ ഇതിന്റെ ബാക്കിൽ ഇത് കമ്പനി ഇറങ്ങുമ്പോൾ ഇതിന്റെ ഞാൻ എന്താ വീൽ കപ്പ് വരുന്നതാണ് സൂപ്പർ FEന്റെ. ഈ ഇതൊക്കെ കാണാൻ തന്നെ കിട്ടില്ല. ഇതൊക്കെ അന്ന് എനിക്ക് ഓർമ്മയിലുണ്ട്. ഈ വണ്ടി ഇറങ്ങുന്നത് നമുക്ക് അന്ന് ഈ വണ്ടിമേ വരുന്നതാണ് കമ്പനിയിൽ നിന്ന്. അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. KL 15 C നമ്പറുള്ള വണ്ടി കേട്ടോ. ഓക്കെ, എക്സ്ട്രാ ഒരു ടയറും കൂടെ കിട്ടും നിങ്ങളിപ്പോ അല്ലേ? സമയത്ത് എക്സ്ട്രാ ടയർ ഇതിന്മേ വരുന്നതിന് ഇപ്പൊ ഒരു വണ്ടിമേലും ഉണ്ടാവില്ല, ആൾക്കാരെ ഒഴിവാക്കലാണ്. വൻ പ്രയോജനം. ലോങ് റൈഡ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര പ്രയോജനമാണ്. ടയർ കിട്ടാനും പ്രശ്നമാണ്. പിന്നെ എവിടെ പഞ്ചറായാലും ഫ്രണ്ട് വീലായാലും ബാക്ക് വീലായാലും സ്റ്റെപ്പിന് രണ്ടിനും സൂട്ടാവും. അതാണ് ഏറ്റവും സുഖമുള്ള പരിപാടി. ഫ്രണ്ടും ബാക്കൊക്കെ സെയിം ആണ്. അപ്പം എവിടെ പഞ്ചറായാലും നമുക്ക് ഇത് എടുത്ത് റെഡി ആക്കിയിട്ട് അങ്ങോട്ട് പോവാം, വൈകി എടുക്കില്ല. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം. RX 135 RX 100 ഒക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു പോവാം. ഇവിടുന്ന് ഇങ്ങനെ ഇതൊക്കെ എങ്ങനെ അറിയോ? വണ്ടികൾ ഇമ്പൾസ് ഉണ്ട് അല്ലേ? ഇമ്പൾസ് ഉണ്ട്, ഇമ്പൾസ് 2 ഉണ്ട്, 2 ഇമ്പൾസ് ഉണ്ട്. കരീഷ്മ 6 ഉണ്ട്, 80-90 റേഞ്ചിൽ വണ്ടി ഉണ്ട്. GJ വണ്ടി ഇത് തിരൂർക്ക് അഡ്വാൻസ് ആയ വണ്ടിയാണ്, അഡ്വാൻസ് വാങ്ങിയാണ്. ഈ വീഡിയോ തന്നെ അഡ്വാൻസ് വാങ്ങിയ ആൾക്കാരെ കാണാം. പക്ഷെ എന്താ പറയുക സംഭവം, ഈ വീഡിയോ നമ്മൾ ഒരു ദിവസം ഇന്നലെ വീഡിയോ മൊത്തം എടുത്ത് ഇന്നലെ കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്ത സമയത്ത്
പക്കാക്കി വീഡിയോ എടുത്തിട്ടുണ്ടല്ലേ? എല്ലാം പക്ക നല്ല നീറ്റ് വീഡിയോ എടുത്തു. മൈക്ക് കുത്താൻ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടേജ് മാത്രമേ നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ രണ്ടാം ദിവസം പിന്നെയും വന്നാണ്. അപ്പോൾ നമ്മൾ രണ്ടാൾ രണ്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ വേറെ ഡ്രസ്സ്. അങ്ങനെയാണ്. അപ്പോൾ സംഭവം ഇത് ഇന്നലെ വീഡിയോ എടുക്കുമ്പോൾ നമുക്കിത് അഡ്വാൻസ് ആയതാണ്, തിരുവന്ന് വന്നാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. അഡ്വാൻസ് ആയതാണെന്ന് നോക്കാനില്ല. ബാക്കി കാര്യങ്ങൾ ഇതിപ്പോൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അത്രയും ഞാനൊന്ന് വേറെ വൈകി പോകാനുള്ള ഇനി അവനക്കും വേറെ പരിപാടി അതൊക്കെ ഒഴിവാക്കി തിരിച്ച് വന്നതാണ്. എന്തുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആവണല്ലോ. ഓക്കെ. കരിഷ്മ 6 അത്യാവശ്യം നല്ല വണ്ടിയാണ്. 30 രൂപ റേഞ്ച് കൊടുക്കാനുള്ളതാണ്. ഫാൻസി നമ്പറാണ് KL10 ഫാൻസി നമ്പർ നമ്മൾ മാത്രം അങ്ങനെ തെരഞ്ഞു പിടിച്ച് എത്തിക്കേണ്ട കേട്ടോ. ഫാൻസി നമ്പർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യണം. അത്യാവശ്യം വണ്ടികൾ നമ്മൾ ചെയ്യലുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല നമ്പറാണ്. 2244. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക. 2 ഇമ്പൾസ്, 2 കരിഷ്മ 6 ഇതൊക്കെ നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അടുത്ത വണ്ടി RX 135 അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടി കേട്ടോ. RX 135 KL01 ഏറ്റവും കൂടുതൽ മാർക്കറ്റിലെ KL01 നമ്പറിനാണ് ഏറ്റവും കൂടുതൽ ഇൻക്വയറി വരുന്നത് ഞങ്ങൾക്ക് കേട്ടോ. TVM രജിസ്ട്രേഷൻ വരുന്ന വണ്ടി അല്ലേ? ഒറിജിനൽ 85 തന്നെയാണ്. നല്ല വർക്കിംഗ്, ഗ്ലാഡിയേറ്റർ ഡിസ്ക് ഉണ്ട്, ഫുള്ളി റീസ്റ്റോർഡ് ആണ്. നല്ല വർക്കിംഗ്, നല്ല പവർ കാര്യങ്ങളൊക്കെ സെറ്റുള്ള വണ്ടി. 25 വരെ എന്തോ ആണ്. 2027 മോഡൽ. 25 വരെ പേപ്പർ ഫിറ്റ് ആണ്. ബാക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. SDV ചെയ്തിട്ടുണ്ട്. ആഡിയുടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ക്യുപ്ത്രോഡിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വണ്ടി. നല്ല വണ്ടി. ഓക്കെ. അടുത്ത വണ്ടി അത്യാവശ്യം 100 ആണ്. കുറച്ചും കൂടി പവർ കാര്യങ്ങൾ പോട്ട് ചെയ്ത് സിലിണ്ടർ കാര്യങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്താണ്. സിംഗാം ഇമ്പോർട്ടഡ് സിംഗാം ആണ്. വലിയ മോജോന്റെ ഡിസ്ക് ഇതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഹാൻഡിൽ ബാർ റൈസർ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാർ ഹാൻഡിൽ വെച്ചിട്ടുണ്ട്, ക്യുപ്ത്രോഡിൽ വെച്ചിട്ടുണ്ട്. ചാമ്പർ വണ്ടിയുടെ പെർഫോമൻസിന് വെച്ചിട്ടുള്ള ചാമ്പറും സിംഗാം ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോജോയുടെ ഡിസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി എന്തൊക്കെ നല്ല അടിപൊളി വണ്ടി. ഒന്നും ചെയ്യാനില്ല. എടുക്കുക, പറക്കുക, ഓടിക്കുകയല്ല, ഇത് പറക്കുക. ഇതേപോലെ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അതേ സ്പെക്ട് ടൈപ്പുള്ള വണ്ടിയാണിത്. അത് വേറെ ലെവലാണ്. അത് മാരകാണ്. അത് ഒരു വിലിമ ഓടുന്ന വണ്ടിയാണ്. ഇതും അത്യാവശ്യം നല്ല പവർ. ഇത് 100ന്റെ മുകളിലാണ് ചെയ്ത്. പക്ഷെ അത്യാവശ്യം ഇത് സ്റ്റാർട്ടാക്കിയ സൗണ്ട് നമ്മൾ കേൾപ്പിച്ചാൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സൗണ്ട് കൂടെ കളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സൗണ്ട് കൂടെ കളിപ്പിച്ചു തരാം. ഏകദേശം എത്ര കോസ്റ്റ് വരും? ഇത് 1 lakh പ്ലസ് 1.10 മുകളിൽ പോകും. അത്യാവശ്യം കോസ്റ്റ് വരുന്നതാണ്. വണ്ടി വന്ന് ഓടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അതും ഞങ്ങൾ റെഡിയാക്കി തരും. സാമ്രായിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടോ? ഇനി ഇതിൽ നിങ്ങൾക്ക് വർക്ക് എടുക്കാതെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി. അഡീഷണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട, പക്ഷെ ചെറിയ രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. വന്നാൽ മതി. വന്നിട്ട് അടുത്തത് 5 സ്പീഡ് ആണോ? അല്ലല്ലോ, 2004 ആണ്. അത്യാവശ്യം കണ്ടീഷനുള്ള പേപ്പർ ഫിറ്റുള്ള വണ്ടി. ആണ് പുറത്തത്തെ ഗുജറാത്ത് വണ്ടിയാണ്. എഞ്ചിൻ നല്ല പവറാണ്, നല്ല വർക്ക് നോക്കുന്നവർക്കൊക്കെ പറ്റിയ വണ്ടി. കേലാക്കിയാണ്. അത്യാവശ്യം പേപ്പർ കാര്യങ്ങളുണ്ട്. എടുത്ത് ഓടിക്കുക. ഹൈറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. സ്റ്റോക്കിൽ കൊണ്ടെടുക്കാൻ പറ്റിയ ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. കവറേജ് ആണ്. എത്ര ഏകദേശം കോസ്റ്റ് വരും? 1 lakh പ്ലസ് റേഞ്ച് വരും. അടുത്ത വണ്ടി ഇത് നമുക്ക് 27 വരെ പേപ്പർ ഉണ്ട്. KL10 റീ ആയതാണ്. 2 റിമ്മ് കാര്യങ്ങളൊക്കെ മാറ്റി കെട്ടിച്ചാണ്. അത്യാവശ്യം നല്ല പെയിന്റിങ് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പെയിന്റിങ്. ടാങ്ക് സൈഡ് ആഫ്റ്റർ മാർക്കറ്റ് മാറിയാണ്. സൈലൻസർ പുതിയിട്ടാണ്. ഫ്രണ്ട് ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. ടയർ രണ്ടും നല്ല ടയറാണ്. ഏകദേശം നമുക്ക് 90 രൂപേന്റെ റേഞ്ചിൽ കൊടുക്കാം. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 27 വരെ പേപ്പർ ഉണ്ട് കേട്ടോ. അടുത്ത വണ്ടി ഇപ്പൊ നമ്മൾ ഈ KL01 പറ്റി പറഞ്ഞ പോലെയാണ്. ഇത് KLS ജപ്പാൻ വണ്ടിയാണ്. ഇതിപ്പോ നമുക്ക് വന്നാണ് മോഡൽ. ഇത് 88 മോഡലാണ്. KLS 88 മോഡൽ ലാസ്റ്റ് എഡിഷൻ വണ്ടി. ലാസ്റ്റ് എഡിഷൻ ജപ്പാൻ ലാസ്റ്റ് എഡിഷൻ ആണ്. നല്ല ജപ്പാൻ കാർബറേറ്റർ ആണ്. നല്ല വർക്കിംഗ് ആണ്. കംപ്ലൈന്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പോൾ സർവീസ് കാര്യങ്ങളൊന്നും മേജറായിട്ട് ചെയ്യാണ്ട് അത് ചെയ്തിട്ട് നമ്മൾ തരാം. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് വരുന്ന വണ്ടിയാണ്. എന്നാലും ജപ്പാൻ സീരീസിൽ ഈ കണ്ടീഷനിലെ വണ്ടികൾ കിട്ടാനില്ല. നമുക്ക് ബജറ്റിൽ നോക്കിയിട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ സർവീസിൻ്റെ കോസ്റ്റ് ഇതിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്ത് വന്നാണ്.
സൈലൻസർ ഒന്ന് നിക്കിൾ ചെയ്യാണ്ട് ഫോക്കോയിൽ പോയിട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്. അതൊക്കെ റെഡിയാക്കാണ്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ തരാം. അടുത്തത് കരീഷ്മ 6. നമ്മൾ അവിടെ ഒരു കരീഷ്മ കരീഷ്മന്റെ റേറ്റ് കാര്യങ്ങളൊന്നും നോക്കേണ്ടി വരും. വണ്ടികൾ കൂടുതലുള്ളതുകൊണ്ട് കറക്റ്റ് ഐഡിയ ഇല്ല. ബാക്ക് ഡിസ്ക് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. നല്ല ഹൈറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക് ചെയ്തിട്ടുണ്ട്, കളർ ഗ്രേ ആണ്, നല്ല വർക്കിംഗ് ഉള്ള വണ്ടി, അത്യാവശ്യം അടിപൊളി. അതുപോലെ അടുത്ത് നമ്മുടെ ഒരു രാജസ്ഥാൻ വണ്ടി ഉണ്ട്. ഇന്നലെ വന്ന വണ്ടിയാണ്. ഇത് ഇപ്പം അടുത്ത് വന്ന വണ്ടിയാണ് 444. നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്, എഞ്ചിൻ സൈലന്റ് ആണ്, നല്ല വർക്കിംഗ് ആണ്, പേപ്പർ കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. രാജസ്ഥാൻ വയനാടൻ വണ്ടി കേട്ടോ, രാജസ്ഥാൻ വയനാടൻ വണ്ടി നല്ല വർക്കിംഗ് ഉള്ള വണ്ടി. ഏകദേശം 80 രൂപ 78 രൂപ ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. 135 ആട്ടോ. അടുത്തത് സാമുറായി. ഇത് ഏകദേശം അഡ്വാൻസ് സാമുറായിലെ ഷോഗനാണ്, കൺഫേം ആയിട്ടില്ല, ഹോൾഡിങ്ങിലാണ് ആള്. ചെറിയ എമൗണ്ട് ക്യാഷ് തന്നിട്ട് പോയതാണ്, പിന്നെ വിവരമില്ല. അത് നമുക്ക് നല്ല പണി ഇട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതേപോലെ ഞങ്ങളെ പേര് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വണ്ടി കച്ചവടം ചെയ്യുന്നുണ്ട്. ഇപ്പം വണ്ടി ഞങ്ങളടുത്ത് വാങ്ങില്ലെങ്കിൽ എവിടെ വാങ്ങാൻ പോവാണെങ്കിൽ റയർ പിസ്റ്റൺ 1 ലക്ഷം വില പറഞ്ഞാണെന്ന് 1.5 ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അതൊന്നും നമ്മളല്ല, ഞങ്ങൾ വില പറയണതല്ല. ഇപ്പം ഞാൻ ഇന്നലെ ആയിട്ട് തന്നെ എനിക്ക് കുറച്ച് ആൾക്കാർ, ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ഇന്നിപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ 2-3 കോൾ അങ്ങനെ വന്നിന്. പയ്യന്മാർ വണ്ടി എടുക്കാൻ പോയപ്പോൾ എന്നെ വിളിച്ചാൽ ബന്ധമുള്ള ആൾക്കാരാണ്. ഓല് എടുക്കാൻ പോയപ്പോൾ എന്നെ വിളിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഈ വണ്ടി, ഈ കംപ്ലൈൻ്റ് ഉള്ള വണ്ടി ഇങ്ങനെ ചേസിന് ഈ പ്രശ്നമുണ്ട്, ഈ വണ്ടിക്ക് നിങ്ങൾ വലിയ വില പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു മോനെ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചേസ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് റിട്ടേൺ വിട്ട വണ്ടിയാണ്. എന്നിട്ട് ഞാൻ വലിയ വില പറഞ്ഞ് തന്നേണ്ട പോലെ വേറെ ആൾക്ക് മറിക്കണേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. പറയുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ സ്ഥാപനമായിട്ട് നടത്തണം. നിങ്ങൾ തട്ടിമുട്ടി ഒരു വണ്ടി വിൽക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പേര് വെച്ചിട്ട് പ്രയോജനപ്പെടുത്തുന്നത് വളരെ മോശമുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലെ വണ്ടികളാണ്. ഓക്കെ, അടുത്ത വണ്ടി KL 12P. ക്ലിയറിലാണ്, ഗസ്ബെല്ല്, മാഗ്നറ്റ് കോയിൽ അങ്ങനത്തെ പണിയെടുത്തിന്, കാർബറേറ്റർ ചേഞ്ച് ചെയ്തിട്ട്, സീറ്റ് ചേഞ്ച് ചെയ്തിട്ട്, അത്യാവശ്യം പൈസ സാധനം ഫ്രണ്ട് ഐറ്റും മുഴക്കാളൊക്കെ ചേഞ്ച് ചെയ്ത് റീപെയിന്റ് ചെയ്താണോ? എഞ്ചിൻ കവർ കാര്യങ്ങളൊക്കെ പെയിന്റ് അടിച്ചാണ്. ടാങ്ക് സൈഡൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് വണ്ടി വന്ന് എക്സ്ചേഞ്ച് അങ്ങനെ മാറ്റി വെച്ച് ടാങ്ക് സൈഡിലാണ്. അത്യാവശ്യം വൃത്തി വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടി. പേപ്പർ വാലിഡിറ്റി 26 വരെ ഉണ്ട്. 90+ റേഞ്ച് വരുന്നതാണ്. 25 ഫെബ്രുവരിനകത്ത് എഴുതി നോർമൽ 26 ചിലപ്പോൾ 2 നമ്പർ അടിച്ച് നോക്കി അത് എന്തായാലും വരുമ്പോൾ നോക്കിയിട്ട് ക്ലിയർ ആക്കി തരും. അടുത്ത വണ്ടി KL 02 കൊല്ലം. KL 02 ഫാൻസി നമ്പറിലാണ്, കസ്റ്റമർ നമ്പർ പ്ലേറ്റ് അടക്കം നമ്മൾ ചെയ്ത് വെച്ചാണ്. 44 ആട്ടോ. നമ്മൾ സ്വന്തം ഒരു യൂസ് ചെയ്യുന്ന RX 55 ആണ്, 44 ആണ്. ഫാൻസി നമ്പറിലെ ഒരു വണ്ടി, ഒറിജിനൽ കേരള 135 ആണ്. നല്ല വർക്കിംഗ് ഉള്ള ടാങ്ക് സൈഡ് ചേഞ്ച് ചെയ്താണ്, ബാക്കിൽ സ്റ്റോക്കൊക്കെ ചേഞ്ച് ചെയ്താണ്, സീറ്റ് മാറിയത് നല്ല വർക്കിംഗ് ഉള്ള വണ്ടി. ഫാൻസിനെ നമ്മൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിച്ച് ചെയ്യണം. ഫാൻസി നമ്പർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതേപോലെ ഫാൻസി നമ്പർ വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ വണ്ടി ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്, റെയർപിസ്റ്റന്റ് പെട്ടെന്ന് തന്നെ വരിക. വണ്ടി ഇതിന് മുമ്പേ ഞങ്ങൾ ചെയ്ത് KL 02E44. ഓക്കെ, നല്ല അടിപൊളി വണ്ടിയാണ്. ഞങ്ങൾ എടുത്ത ടാങ്ക് ലീക്ക് ഇനി അതൊക്കെ ചേഞ്ച് ചെയ്ത് അതുപോലെ ടാങ്കും കാര്യങ്ങളൊക്കെ ചെയ്താണ്. കുറച്ച് ക്യാഷ് മുടക്കി വൃത്തിയാക്കി പെയിന്റ് അടിച്ച വണ്ടി. പേപ്പർ വാലിഡിറ്റി പേപ്പർ 25 വരെ പേപ്പർ. ഇത് പേപ്പർ വാലിഡിറ്റി കാര്യങ്ങളൊന്നും 135 ആണ്. ഈ നമ്പർ നിങ്ങളൊരു ഒറിജിനൽ കേരള വണ്ടിന്റെ നമ്പർ ഇങ്ങനെ ഒരു 2 അക്കം വളരെ റെയറാണ്. നീ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. നീ ഏറ്റവും കുറഞ്ഞ ഒരു 10-20 വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല, 50 വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 500 വണ്ടിന്റെ മുകളിൽ നീ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു മീറ്റപ്പിന് പോകുമ്പോൾ 1000 കണക്കിന് വണ്ടി നമ്മൾ കാണില്ല. അവിടെ ഇങ്ങനത്തെ നമ്പർ പ്ലേറ്റ് KL 02E44 കേട്ടോ. നല്ല പക്ക കണ്ടീഷനിലെ വണ്ടി, നല്ല വർക്കിംഗ്, നല്ല പവറുള്ള വണ്ടി. ഓക്കെ, എത്ര ആസ്കിങ്? 1.10 ആസ്കിംഗ് ആണ്. അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. നമ്പർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കോൺടാക്ട് ചെയ്യും. ചില വണ്ടി പവർ കൂടുതലുണ്ടാവും, ചില നോർമൽ പവർ ഉണ്ടാവും. ചില വണ്ടിക്ക് യൂസ് ചെയ്തപ്പോൾ ഗുജറാത്തിനൊക്കെ വരുന്ന വണ്ടി, ചില വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ ഒരു ഏവറേജ് പവറാണ്. ആ വണ്ടി ജനിച്ച മുതൽ, അതിനെ ഇറങ്ങിയ മുതൽ ഈ 20 കൊല്ലം 25 കൊല്ലം അവിടെ യൂസ് ചെയ്താണ് ചിലപ്പോൾ 50 വയസ്സായുള്ള യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ഓടിച്ച ശീലമുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വണ്ടി പവർ ഇല്ലാത്ത പ്രശ്നമില്ല, അത് കുറച്ച് ഓടിയൊന്ന് തുറക്കാനുണ്ടാവും. അതിൻ്റെ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഇങ്ങനെ സെറ്റ് ഉണ്ടാവും. അത് RPM ചെറിയ RPM കൂടിയ വണ്ടിയാണ്. അതൊക്കെ നമ്മൾ തുറന്നിട്ട് എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എക്സോസ്റ്റ് പോർട്ടൊക്കെ ക്ലീൻ ചെയ്താൽ മതി. പോർട്ട് ചെയ്യാൻ ചെയ്താൽ തന്നെ അങ്ങനത്തെ വണ്ടികൾ ഓപ്പൺ ആവും. പക്ഷെ വണ്ടി ആരെ കൊണ്ടെടുക്കുന്ന അനുസരിച്ച് വണ്ടി ഉണ്ടാവും. നിങ്ങൾക്കും മനസ്സിലാവും. നിങ്ങൾ യൂസ് ചെയ്യുന്ന വണ്ടി അല്ലെങ്കിൽ ഒരു ഏജുള്ള ആൾ യൂസ് ചെയ്യുന്ന വണ്ടി രണ്ട് ടൈപ്പാണ് ഉണ്ടാവുക. ഇഞ്ചിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവും. പക്ഷെ അങ്ങനെയാണ് വണ്ടിൻ്റെ പ്രകൃതം, അങ്ങനെ ഉണ്ടാവുക. ഓക്കെ, എത്ര ആസ്കിങ്? ഏകദേശം 90 രൂപ റേഞ്ച് വരുന്നതാണ്. എമൗണ്ട് കാര്യങ്ങളൊന്നും ഡബിൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഇപ്പം വന്ന വണ്ടിയാണ്, കറക്റ്റല്ല, ഏകദേശം റേഞ്ച് ഞാൻ പറഞ്ഞത്. ഇതും അടുത്ത വണ്ടി 50 പറയുമ്പോൾ മണ്ണാർക്കാടാണ്. മണ്ണാർക്കാടാണ്. ഇത് സെപ്റ്റംബർ 25 വരണ്ട് മോഡലാണ്. നല്ല ടാങ്കിലൊക്കെ മാർക്കറ്റ് പുതിയതായിട്ടാണ്. ഫിനിക്സിൻ്റെ ഷോക്ക് ഉണ്ട്, ഐറ്റ് ചെയ്തിട്ടുണ്ട്, മഴക്കാട് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി. ഏകദേശം ആ റേഞ്ച് 90 റേഞ്ച് വരുന്ന വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടി
അടുത്ത വണ്ടി RXG ആണ് കേട്ടോ. പ്യൂർ RXG ആണ്. RXG അങ്ങനെ വരിക. അതേപോലെ തന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ RXG തന്നെയാണ്. നല്ല രീതിയിൽ പെയിന്റിങ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലുണ്ട്. നല്ല വർക്കിംഗ് ഉള്ള വണ്ടി. കംപ്ലൈൻറ്റ് ഇല്ല. അത്യാവശ്യം പവർ ഉണ്ട്. SUV കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ RXG മാത്രമല്ല നമുക്ക് നമ്പറൊക്കെ വലിയ കാര്യമാണ്. എല്ലാവർക്കും ഉണ്ടാവില്ല. KL15 G RXG ആണ് കേട്ടോ. KL15 G ആണ് RXG ആണ്. 100 രൂപേൻ്റെ ചോടയെ കൊടുക്കാനുള്ള വണ്ടിയാണ്. RXZ മീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് RXZ ഡീസൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടി ഇത് രണ്ടും സോൾഡ് ആയതോ? ഓക്കെ, KL02 GJ വണ്ടി. KL02 GJ വണ്ടി 2,95 രൂപ. ഇത് അതിൻ്റെ ഉള്ളിലുള്ള വണ്ടിയാണ്. ഇത് 2001 GJ വണ്ടി 2001 മോഡലാണ്. നല്ല വർക്കിംഗ് ഉള്ള വണ്ടി കണ്ടീഷനാണ്. നമ്മൾ അത്യാവശ്യം സ്പെയർ കാര്യങ്ങളൊക്കെ ഒരു റീസ്റ്റോറേഷൻ പ്ലസ് കാര്യങ്ങൾ ചെയ്താണ്. ഒരു 70% പാർട്സുകൾ ഇതിൻ്റെ മാറിയതാണ്. അത്യാവശ്യം വർക്കിംഗ് നല്ലതാണ്. പാർട്സുകൾ നിങ്ങൾ നോക്കി വന്നാൽ മനസ്സിലാവും. 10-15 രൂപേൻ്റെ എല്ലാം അതിൻ്റെ മുകളിലുള്ള സ്പെയറുകൾ നമ്മൾ ചേഞ്ച് ചെയ്താണ്. ഓക്കെ, അടുത്ത വണ്ടി അടുത്ത നമുക്ക് KL0 കാസർഗോഡ് വണ്ടി. കാസർഗോഡ് വണ്ടി ഉണ്ട്. പിന്നെ സാമുറായി ഉണ്ട്, മാക്സ് ഉണ്ട്. സാമുറായി ഏകദേശം 48 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇത് 35 രൂപേൻ്റെ ചോട ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇത് ഡിസ്ക് ഇറക്കമുള്ള വണ്ടിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽസ് അല്ല ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. ഇവിടുത്തെ ഏകദേശം നമുക്കുള്ള വണ്ടി ഏകദേശം 80 രൂപ റേഞ്ചിലുള്ള വണ്ടികളുണ്ട്. KL13, KL11, KL3, KL19, RJ19. ഇത് അത്യാവശ്യം റേഞ്ച് വരുന്ന വണ്ടികളാണ്. രണ്ടും നമുക്ക് റേഞ്ചിൽ വരുന്ന വണ്ടികളാണ്. പ്ലസ് റേഞ്ചിൽ ഈ വണ്ടി നമ്മളിപ്പോൾ പുറത്തെ റേറ്റും വില വരുന്ന വണ്ടിയാണ്. 68,000 രൂപ കൊടുത്താണ്. കുറച്ച് ദിവസം നമ്മളിത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. പിന്നെ ഈ കാര്യങ്ങളുടെ 68,000 രൂപ കൊടുത്തിട്ട് ഇഞ്ചൻ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇങ്ങോട്ട് കൊടുത്തതല്ല. നമുക്ക് അവിടുന്ന് ഗുജറാത്തിൽ നിന്ന് വന്ന വണ്ടി 5 കൊല്ലം പുതിയ പേപ്പർ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബജറ്റിൽ വന്ന വണ്ടി നമുക്കിവിടെ വന്നിട്ട് ചെറിയ രീതിയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് 68,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഇത് കൊടുത്തത്. 68,000 രൂപയ്ക്ക് 135 99 മോഡൽ 5 കൊല്ലം പേപ്പറില്ല. ഇടയ്ക്ക് വില കുറഞ്ഞ വണ്ടി വരലുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടി ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറഞ്ഞെടുത്ത് തരാൻ പറ്റും. ആരെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ട്, കുറഞ്ഞ ബജറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഷോറൂം വിസിറ്റ് ചെയ്യുക. കോൾ ചെയ്തിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്. വണ്ടി എടുത്ത ആളായാലും ആരായാലും നിങ്ങളുടെ ഷോറൂമിൽ വരിക. ബജറ്റ് കുറഞ്ഞ 68, 70, 75 റേഞ്ചിൽ നിങ്ങൾക്ക് വണ്ടി കാണാം. ഞങ്ങൾ കുറച്ച് മുമ്പ് ഒരു 75 വണ്ടി ഇവിടെ ബാക്കിലുണ്ട്. ആ കാണുന്ന വണ്ടി 75 രൂപ വെച്ചാണ്. അതൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ റീലിട്ടിട്ട് സെയിൽ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറഞ്ഞ ബജറ്റ് വണ്ടി വേണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക. അവിടെ വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ അഡ്വാൻസ് എന്നിട്ട് ബുക്ക് ചെയ്യുകയാണ്. ഒരു 10, 25, 30 രൂപ നിങ്ങൾ തരികയാണെങ്കിൽ വണ്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ബജറ്റിൽ വണ്ടി തരും. വണ്ടി ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് പിന്നെ എടുത്താൽ മതി. മാക്സിമം അങ്ങനത്തെ വണ്ടി എടുക്കാൻ ആൾക്കാർ താല്പര്യപ്പെടുന്ന വന്നാൽ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടോ. അതേപോലെ വണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്ന് ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ ചെറുതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത 3 വണ്ടികളോ? റേഞ്ചിലെ വണ്ടികളാണ്. കൊടുത്ത വണ്ടിയാണോ? ഇല്ലല്ല, കൊടുത്ത വണ്ടിയില്ല. ഇതൊക്കെ കൊടുക്കാനുള്ള തന്നെയാണ്. ഇതൊക്കെ 26 വരെ പേപ്പറുണ്ട്. ഇത് 25 വരെ പേപ്പറുണ്ട്. നല്ല KL15 വണ്ടി. ഇത് 90 രൂപ റേഞ്ച് വരുന്നുണ്ട്. ഡിസ്ക് SDBയിൽ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടികളാണ്. ബാക്കിൽ കിടക്കുന്ന വണ്ടികളോ? ബാക്കിലുള്ള ഏകദേശം വണ്ടി എടുക്കുന്ന രണ്ടെണ്ണം KRB KEക്കും 35 രൂപ, 45 രൂപ. രണ്ടും നല്ല കണ്ടീഷനാണ്. രണ്ടും ബജറ്റ് റേറ്റിലാണ്. രണ്ട് പഴയ നമ്പറാണ്. 35 രൂപ റേഞ്ചിലൊന്നും പഴയ നമ്പറിലെ വണ്ടി കിട്ടാനില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് കാണണമെങ്കിൽ താഴത്ത് 1-2 വണ്ടി കൂടി ഉണ്ട്. ഇതൊക്കെ സർവീസിനുള്ള വണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ എടുത്ത വണ്ടിയാണ്. ഇതിലേക്ക് ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയി എടുക്കുന്ന ഒരു വണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ കഴിച്ച് ഇഞ്ചൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് കൊടുക്കാനുള്ളതാണ്. അത്യാവശ്യം റീസ്റ്റോറേഷൻ്റെ വർക്ക് ഉണ്ട്. ഇതിന് മുകളിൽ ഒന്നും നല്ലതില്ല. നിങ്ങൾക്ക് കാണാം എപ്പോഴും ഒരു 10-15 വണ്ടി നമ്മളെ കയ്യിൽ റീസ്റ്റോർ ചെയ്യാനുണ്ടാവും. അത്യാവശ്യം വണ്ടി ഉണ്ടാവും. 10 വണ്ടി ഇവിടെ ഉള്ളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും പണി നടക്കുന്ന വണ്ടി. ഇത് RXZ ആണ്. മുകളിൽ നമ്മളിപ്പോൾ കയറ്റിയിടാനുള്ള കണ്ടീഷൻ ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുന്ന കണ്ടീഷൻ ഉണ്ട് ഇത്. പിന്നെ ഇവിടെ ഇപ്പോൾ ചെറിയ ഡിസ്ക് ബ്രേക്കിൻ്റെ സെറ്റിൽമെന്റ് അങ്ങനത്തെ ചെറിയ ചെറിയ പണികളുണ്ട്. സൈലൻസർ ലീൻ ഇത് ഞങ്ങൾ വാങ്ങിയപ്പോൾ ചെറിയ സൈലൻസർ ലീൻ ഇതിപ്പോൾ നമ്മൾ സൈലൻസർ ചെയ്താണ്. സൈലൻസർ പെയിന്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ഗ്ലാഡിയേറ്ററിന്റെ ഡിസ്ക് ഉണ്ട്. ക്യാമറ കയറ്റുന്നുണ്ട്. പക്ഷേ ക്യാമറക്കിനെ കയറ്റിയില്ല. നമ്മൾ നോർമൽ എത്ര RX Z ഉണ്ട്? ഇപ്പോൾ Z 5 ഉണ്ട്. അതാ അവിടെ 2 RXZ സൂം ചെയ്ത് നോക്കിയാൽ കാണാം. ഓക്കെ, 6-7 Z കയ്യിലിപ്പുണ്ടല്ലേ? പുറത്ത് 3 3, 4, 5, 6 Z ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ നിലവിലുണ്ട്. 6 Z ഉണ്ട്. ഓക്കെ, എല്ലായിടത്തും കാണിക്കുന്ന രീതിയിലുള്ള ബോഡി പെയിന്റിങ് കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ തിരൂർക്ക് കൊടുത്ത വണ്ടിയാണ്. അതിന്റെ പണിയിലാണ്. ഇപ്പം പുറത്തൊരു ടീം നമ്മളത് തിരൂർക്ക് വണ്ടി ഇപ്പോൾ എടുത്ത് ഇത് തിരൂർക്ക് നമ്മൾ കൊടുക്കാൻ അതിന്റെ പണിയിലാണ്. ഗുജറാത്ത് വണ്ടി ഉണ്ട്. ഓരോ വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. പറഞ്ഞ വർക്ക്ഷോപ്പല്ല പെയിന്റ് ബൂത്ത് തുടങ്ങിയത്. പെയിന്റ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ട് പെയിന്റ് ബൂത്ത് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. പെയിന്റർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എടുത്തില്ല കേട്ടോ. 10 കിലോമീറ്റർ റേഞ്ചിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഡയറക്റ്റ് ഇവിടെ ഷോറൂമിൽ വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഏൽക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഏൽപ്പിച്ച് തരും. നമുക്കിവിടെ അത്യാവശ്യം പെയിന്റിങ്ങിന്റെ വർക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ ഇന്ന് ചെയ്ത ഈ വീഡിയോയിൽ നമ്മളുള്ള വണ്ടികൾ
ഇതിനെക്കാട്ടി ഡബിൾ വണ്ടിയായിട്ട് അടുത്ത പ്രാവശ്യം വരും. ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇതിപ്പോൾ അത്യാവശ്യം ഉണ്ട്. കമ്മിന്ന് ഞങ്ങൾക്ക് കമ്മിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കാട്ടി കൂടുതൽ സ്റ്റോക്കുകളാണ്. നമ്മൾ കൂടുതൽ ആൾ ക്ഷാമം ഇവിടെ ഇല്ല, അപ്പം പുറത്താണ് ട്രിപ്പിലാണ്. അപ്പം സെയിൽസും പർച്ചേസും എല്ലാം കൂടി കുറച്ചും കൂടി സ്ലോ ആണ്. നമ്മൾ ഇത്രയും വണ്ടികൾ കാണിച്ചിന് ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ ഏകദേശം 6 RXZ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിന്. SD കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് ഉണ്ട്. അടുത്ത വീഡിയോ ഇതിനെക്കാട്ടി കൂടുതൽ സ്റ്റോക്കായിട്ട് നമുക്ക് പിന്നെയും കാണാം.